ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ വ്ളോഗ് ഇടാൻ. റമദാനിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫെങ്കിലും ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇഫ്താർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ രാത്രിക്കുള്ള കറിയൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ മുളകിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ മുളകിട്ടതും അടുക്ക റോട്ടി എന്ന് പറഞ്ഞിട്ടൊരു റോട്ടി ഉണ്ട്, ഇങ്ങനെ ആയിട്ട് വരുന്ന അതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രിയത്തെ. പിന്നെ ഈവനിങ് ആയപ്പോൾ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങൽ. അതിലും പിന്നെ ഇറങ്ങും ഓരോന്ന് റെഡിയാക്കി വെക്കാൻ. എന്താ പറയുക, എന്തെങ്കിലും ചിക്കൻ വേവിക്കാനോ ബീഫ് വേവിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കറിയൊക്കെ റെഡിയാക്കി വെക്കും. സ്നാക്സ് ഞാൻ റെഡിയാക്കുന്നതുകൊണ്ട് ഞാൻ ഈവനിങ് അസ്റൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ സെറ്റാക്കൽ കേട്ടോ. എനിക്ക് ആ ഒരു സമയം ആവണം ഒന്ന് ഇറങ്ങാൻ തോന്നാൻ കിച്ചണിലേക്ക്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടേനു ഉമ്മ. പിന്നെ ഇതാ മുട്ട പുഴുങ്ങണം, പിന്നെ മസാല റെഡിയാക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ആ ഒരു ചോപ്പറിൽ വെച്ചിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, നമുക്ക് മസാല റെഡിയാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് ഇറച്ചിപ്പത്തിൽ കൂടി അതിൻ്റെ ആ ഒരു മസാല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇറച്ചിപ്പത്തിലും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാല തന്നെ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ എല്ലാ മസാലയും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. അത് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനങ്ങനെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കലില്ല കേട്ടോ. അപ്പം മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ മല്ലിയിലയും കൂടി കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് എന്താ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് തീരെ ശരിയില്ല. കുറേ ആയി ഈ കഫക്കെട്ട് ഇങ്ങനെ വരിക പോവുക. അപ്പോൾ മാറ്റം വരുന്നില്ല, മാറുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. സൗണ്ട് ഒട്ടും ക്ലിയർ അല്ല, സൗണ്ട് വരുന്നില്ല. ഈ കഫക്കെട്ടുള്ളതുകൊണ്ട് സൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ എടുക്കുമ്പോൾ സൗണ്ടാണല്ലോ പ്രധാനം, അപ്പോൾ അതുമില്ല. അങ്ങനെ അതിൻ്റെ മുട്ടയൊക്കെ ഒന്ന് അവിടെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഇതാണല്ലോ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നോമ്പായി കഴിഞ്ഞാൽ ഉണ്ടാക്കുക കഴുകുക, ഇതുതന്നെയായിരിക്കും മെയിൻ പരിപാടി. അപ്പോൾ പിന്നെ ഞാൻ മെയിനായിട്ട് വീഡിയോസൊന്നും ഇപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നത് നോമ്പിന് മുമ്പേ ആണെങ്കിലും വീട്ടിൽ ചെറിയ പണി നടക്കുന്നുണ്ടായിരുന്നു. വർക്ക് ഏരിയ പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ. അപ്പോൾ വർക്ക് ഏരിയ റെഡിയാക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയം മുതലാണ് എനിക്ക് ഈ ഒരു കഫക്കെട്ടും ഇതൊക്കെ വന്നു തുടങ്ങിയത്. ആ സമയത്ത് പൊടി ഇങ്ങനെ പാറി വല്ലാണ്ട് അലർജി ആയിട്ടാണ് ഈ കഫക്കെട്ട് ഇങ്ങനെ കൂടുതലായത്. ഇപ്പോൾ ചെറുങ്ങനെ വോയിസൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട്, എന്നാലും ശരിയായിട്ടില്ല, നല്ലതുപോലെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ബ്രെഡ് നിറക്കുക. ആദ്യം ഇങ്ങനത്തെ ബ്രെഡ് വാങ്ങാൻ കിട്ടുമല്ലോ ഷോപ്പിൽ. ആ ബ്രെഡിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഇതെല്ലാം ഇങ്ങ് എടുക്കാൻ, ബ്രെഡ് പീസ് കുറച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല വെച്ച് കൊടുക്കുക. എങ്ങനത്തെ ഫില്ലിംഗ് ആണോ ഉണ്ടാക്കുന്നത് ആ ഫില്ലിങ് ഞാനിപ്പോൾ ഇറച്ചിപ്പത്തിലിൻ്റെ ആ ഒരു സെയിം ഫില്ലിങ് തന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഒന്ന് പകുതിയാക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മസാല വെച്ചിട്ട് മസാല വെക്കണമെന്ന് വെച്ചിട്ട് മസാല ഇടാൻ പോവായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞു ഇനി മസാല വെക്കണ്ട. ഞാൻ ഈ പരിപാടി അങ്ങനെ ഉണ്ടാക്കില്ല, അത് എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കൽ. ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കും. ഉമ്മയാണ് ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യൽ.
അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അതിൻ്റെ മേലെയുള്ള ഭംഗിയൊക്കെ പോവും. എന്നിട്ടൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു തവയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അത് ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ഇത് മാത്രം, ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. നമ്മൾ പണ്ട് തറവാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അധികം ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ സ്നാക്ക്. നമ്മളിവിടെ വന്നപ്പോൾ കുറേ ഉണ്ടാക്കലൊക്കെ കുറഞ്ഞു. അങ്ങനെ ഇത് എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാന്ന് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇറച്ചിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇറച്ചിപ്പത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് പരത്താൻ മുറിക്കുക, ഇങ്ങനെ ഫില്ല് ചെയ്യുക. അങ്ങനെ ഇറച്ചിപ്പത്തിൽ സമൂസ പോലെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെഡിയാക്കാം. നമ്മളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇറച്ചിപ്പത്തിലുണ്ടാക്കി അതും കൂടി ഉണ്ടായിരുന്നു ബാക്കി മസാലയിൽ. കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു തലേന്നത്തെ, അത് വെച്ചിട്ട് കുറച്ച് ഇറച്ചിപ്പത്തിലുണ്ടാക്കി. അപ്പോൾ ഇപ്പം നമ്മളങ്ങനെ കുറേ തരം സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല. കാരണം ഒരു ഈത്തപ്പഴം പോലും കഴിക്കാത്ത നോമ്പ് ഓർക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റിൽ. അതൊക്കെ നമ്മളൊന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മളാകെ 1-2 സ്നാക്സ് അത്രയേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ഇതാ എൻ്റെ ഉമ്മാൻ്റെ രാത്രിയത്തെ പരിപാടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിന്ന് അടുക്കൽ റൊട്ടി എന്ന് പറയുന്ന സംഭവം, അതാണ് കേട്ടോ രാത്രി ഫുഡ്. കറി നമ്മൾ ചെമ്മീൻ കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ. അപ്പോഴേക്ക് പിന്നെ നോമ്പോറിൻ്റെ സമയമായി, ബാങ്ക് കൊടുക്കാനായി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ ഈത്തപ്പഴവും പിന്നെ അത്തിപ്പഴമൊക്കെ റെഡിയാക്കി ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഇതെൻ്റെ മോള് കുറേ നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇവിടെ എത്തി കൊടുത്തിട്ടുണ്ട്, പാലൊക്കെ കൊടുത്തിട്ട് നോമ്പുറക്കാനാകുമ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ എന്താ, മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ കിടന്നുറങ്ങി, ഒരാൾ ഇങ്ങനെ ടാബെല്ലാം കണ്ടിട്ട് ഇരിക്കലേനു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ രണ്ടാൾക്കും നോമ്പുണ്ടായിരുന്നു. മക്കളെയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എല്ലാം ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നോമ്പുറിൻ്റെ സമയമായി. ഞാൻ സ്ക്വാഷ് ഗ്രീൻ ആപ്പിളിൻ്റെ ആണ് കേട്ടോ റെഡിയാക്കിയത്. ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ജ്യൂസൊന്നും അടിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഓണം പോലെ ആക്കി. അൽഹംദുലില്ലാ നോമ്പുറൊക്കെ കഴിഞ്ഞു, നോമ്പ് തുറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പുറ. ചെറിയൊരു നോമ്പുറയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ മോൾക്കും കൂടി കൊടുക്കുന്നുണ്ട്. മോൾക്കിപ്പോൾ എല്ലാം ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. 10 ദിവസമൊക്കെ ആയതുകൊണ്ട് പല്ല് വന്നിട്ടില്ല, പല്ല് വരുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.